ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുണ്യമാസം കൂടി പിറക്കുവാൻ പോകുന്നു. ഇന്ന് പുലർച്ചെ ഞങ്ങൾ 3 ജ്യോത്സ്യന്മാർ ഒരുമിച്ച് നടത്തിയ പ്രശ്നഫലമാണ്. ഈയൊരു പ്രശ്നഫലത്തിൽ തെളിഞ്ഞത് 5 നക്ഷത്ര ജാതകർക്ക് അപൂർവ രാജയോഗമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടാണ് ഇന്ന് പ്രശ്നപ്പലകയിൽ തെളിഞ്ഞ നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെല്ലാം തന്നെ തീരുവാൻ പോകുന്നു. ഒരു രീതിയിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ വലഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളായി മാറുന്നു. ഈശ്വര, ഞാൻ എന്താണ് രക്ഷപ്പെടാത്തത്? എന്താണ് ഭഗവാൻ എൻ്റെ കണ്ണുനീർ കാണാത്തത് എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഭഗവാൻ തുണയായി എത്തുന്നു. ഇനി നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം തന്നെ അവസാനിക്കും. ഇത് കുറിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ദിവസങ്ങളാണ്. അതായത് ജീവിത ഗതി തന്നെ മാറും. അളവറ്റ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ദിവസമാണ് ഈ കർക്കിടകം 1 മുതൽ വന്നു ചേരുക. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് കോടീശ്വര യോഗത്തിലേക്ക് കുതിക്കുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സൂര്യൻ 3-ാം ഭാവത്തിൽ ആയതിനാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. അതായത് പുതിയ വീട് പണിയുവാനോ അതുമല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുവാനോ സാധിക്കും. അതുപോലെ ജോലിയിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം, സൽസന്താന ഭാഗ്യം, സന്തോഷം എന്നിവയുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ധൈര്യവും ഉത്സാഹവും വർദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തൊഴിൽ, പഠനം, യാത്ര, ആശയവിനിമയം എന്നിവയിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ സൗഖ്യം, വീട്, വാഹനം, സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ എന്നിവ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് വളരെയധികം ശുഭകാര്യങ്ങൾ നടന്നു കിട്ടും. കുടുംബത്ത് സന്തോഷവും സമാധാനവും പുലരുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമയം നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും നേട്ടങ്ങളും വന്നു ചേരും. മക്കൾ, പ്രണയം, പഠനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു കാലം കൂടിയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചില ചെലവുകൾ വർദ്ധിക്കുവാനും മാനസികമായ സമ്മർദ്ദം, ഉറക്കക്കുറവ്, അനാവശ്യമായ ചിന്തകൾ എന്നിവ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾക്ക് തലവേദന, ശരീര ഊഷ്മാവ് വർദ്ധിക്കൽ, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, അതുപോലെ ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും വെറ്റില മാലയും സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സൂര്യൻ 11-ാം ഭാവത്തിൽ ആയതിനാൽ പുതിയ ജോലി കിട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. സ്ഥാനലബ്ധി, അഭിമാനം, ധനലാഭം എന്നിവ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ തൊഴിൽ, വ്യാപാരം, പങ്കാളിത്ത കാര്യങ്ങൾ എന്നിവയിൽ അനുകൂല പുരോഗതി ദൃശ്യമാകും. പുതിയ കരാറുകൾ, ബിസിനസ് അവസരങ്ങൾ, തൊഴിൽപരമായ ബന്ധങ്ങൾ എന്നിവ ഗുണകരമായി മാറുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്രമേണ ഉയർച്ചയുണ്ടാകും. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയോ അതുമല്ലെങ്കിൽ അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരുകയോ ചെയ്യും.
കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും പരസ്പര സഹകരണവും അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും ഒരു അനുകൂല മാസമാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി നിങ്ങൾ കൈ കടത്താതിരിക്കുന്നത് വളരെയധികം ഗുണകരമായി മാറും. സാമ്പത്തികമായ തീരുമാനങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് വളരെയധികം നല്ലതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് നടുവേദന, ക്ഷീണം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സൂര്യൻ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമായതിനാൽ എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഈയൊരു കാലം നിങ്ങളുടെ തൊഴിൽ രംഗത്തും കുടുംബകാര്യങ്ങളിലും അനുകൂല പുരോഗതി ദൃശ്യമാകും. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയോ അതുമല്ലെങ്കിൽ ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനും അതുപോലെ മേൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണ നേടുവാനുമുള്ള യോഗമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ മെച്ചമുണ്ടാകുകയും ചിലർക്ക് അധിക വരുമാന സാധ്യതകൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പര മനസ്സിലാക്കലും ഉണ്ടാകും. യാത്രകളും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വളരെയധികം ഗുണകരമാകുന്നതാണ്. എന്നാൽ അമിതമായ ആത്മവിശ്വാസവും നിങ്ങളുടെ തിടുക്കത്തിലുള്ള തീരുമാനങ്ങളും ഒഴിവാക്കുന്നത് ഗുണകരമായി മാറും. ആരോഗ്യപരമായി നിങ്ങൾക്ക് കാലുവേദന, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. സൂര്യൻ 6ാം ഭാവത്തിലായതിനാൽ വളരെയധികം നേട്ടങ്ങളും രോഗശമനങ്ങളും ശത്രുക്കൾക്ക് നാശവും ഉണ്ടാകും. അതുപോലെ തൊഴിൽ രംഗത്തായാലും നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലായാലും അനുകൂല മുന്നേറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സഫലമാകുകയും ചെയ്യുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായ കാര്യങ്ങളിൽ മെച്ചം പ്രതീക്ഷിക്കാം. അതുപോലെ പുതിയ വരുമാന സാധ്യതകൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം ലഭിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പര മനസ്സിലാക്കലും ഉണ്ടാകും. അതുപോലെ പുതിയ യാത്രകളും പുതിയ ബന്ധങ്ങളും നിങ്ങളുടെ ഭാവിയിൽ വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. എന്നാൽ എടുത്തുചാട്ട തീരുമാനങ്ങളും അനാവശ്യമായ വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഈ ഒരു കാലം കാലുവേദന, ശരീരക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വളരെയധികം നേട്ടങ്ങളാണ് ഈയൊരു കർക്കിടക മാസത്തിൽ ഫലം വന്നു ചേരുക. ഈയൊരു മാസം നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലും തൊഴിൽ രംഗത്തും അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏറെ നാളുകളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വലിയ ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സഹകരണവും എല്ലാവിധ കാര്യങ്ങളിലും ലഭിക്കും.
വീട്, വാഹനം, സ്വത്ത് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കുവാനും ചിലർക്ക് പുതിയ വരുമാന സാധ്യതകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം വിശ്വാസവും സൗഹാർദ്ദപരമായ മനസ്സിലാക്കലും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലും ഈയൊരു മാസം വളരെയധികം താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുകയും വികാരധീനമായുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ജലദോഷം, ഉറക്കക്കുറവ്, അതുപോലെ ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും അഭിവൃദ്ധിയും വരുവാൻ ഈയൊരു കർക്കിടക മാസത്തിനു മുന്നേ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കി ചാണക വെള്ളമോ മഞ്ഞൾ വെള്ളമോ നാൽപ്പാമര വെള്ളമോ തളിച്ച് ശുദ്ധിയാക്കുക. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റേണ്ടതാണ്. അതുപോലെ ഭഗവതിയെ വരവേൽക്കാനുള്ള സങ്കല്പത്തിൽ അരിപ്പൊടി കലക്കി കൈകൊണ്ട് പ്രധാന വാതിലിലും മറ്റും പതിപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ സംക്രമ സമയത്തും ശ്രീബോധിക്ക് വയ്ക്കുക എന്നതാണ് പ്രധാന ചടങ്ങ്. അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളുമെല്ലാം ഒരുക്കി ഭഗവതിയെ നിലവിളക്ക് കൊളുത്തി എതിരേൽക്കുന്നു എന്നാണൊരു സങ്കല്പം. അതായത് പഞ്ഞമാസമാണെങ്കിലും കർക്കിടകത്തെ നാം വരവേൽക്കുന്നത് ഐശ്വര്യത്തിൻ്റെ മാസമായാണ്. അതുകൊണ്ടാണ് കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുന്നേ ഈയൊരു ചിട്ടകളൊക്കെ നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.